ഇന്ത്യയുടെ വമ്പൻ നയതന്ത്ര വിജയം എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഇറാനിൽ കാണാതായ 3 ഇന്ത്യക്കാർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കുറച്ചു നാളായി ഇന്ത്യൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഇന്ത്യക്കാർ എവിടെ ഒരു പ്രശ്നത്തിലകപ്പെട്ടാലും ഇന്ത്യൻ സർക്കാർ അവരെ വലിയ രീതിയിൽ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിന് ഇന്ത്യ വിരുദ്ധരാണെങ്കിലും ശരി തന്നെയാണ്. ഇന്ത്യ സർക്കാർ അവരെ ഗംഭീരമായി തന്നെ സംരക്ഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇപ്പോഴിതാ ഇറാനിൽ കാണാതായ 3 ഇന്ത്യക്കാർ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഇന്ത്യ ഒരു വമ്പൻ ഓപ്പറേഷൻ ടെഹ്റാനിൽ നടത്തിയിരിക്കുന്നു, ടെഹ്റാൻ പോലീസിനെ ഉപയോഗിച്ച് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. പാകിസ്ഥാനാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്ന റിപ്പോർട്ടുകളാണ് അനൗദ്യോഗികമായി പുറത്തു വരുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇറാനിൽ കാണാതായ 3 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ 1 മാസത്തിന് ശേഷം രക്ഷപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തട്ടിക്കൊണ്ടുപോകൽ ആരോപിച്ച് കുടുംബങ്ങൾ ഇന്ത്യൻ എംബസിയെ ഇടപെടാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. മെയ് മുതൽ റാൻസം, അതായത് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പുരുഷന്മാരെ ബന്ദികളാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവരുടെ കുടുംബത്തിന് ലഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. മെയ് മാസത്തിലാണ് ഇറാനിലേക്ക് പോകുന്നതിനിടെ ഇവരെ കാണാതായത്. 3 ഇന്ത്യക്കാരാണ് കാണാതായത്. ടെഹ്റാൻ പോലീസ് ഇവരെ രക്ഷപ്പെടുത്തിയതായാണ് ഇറാനിയൻ സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ നിന്നുള്ള 3 പുരുഷന്മാരുടെയും കുടുംബം തട്ടിക്കൊണ്ടുപോകൽ പരാതി നൽകിയിരുന്നു. ദുഃഖിതരായ കുടുംബാംഗങ്ങൾ വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി വിഷയം ഇറാനിയൻ അധികാരികൾക്ക് കൈമാറുകയായിരുന്നു. അടിയന്തരമായി വിഷയം ഏറ്റെടുത്ത് അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് എംബസി അധികാരികളോട് പറയുകയാണ് ചെയ്തത്. മെയ് 1 മുതൽ തങ്ങളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയതായും അവരെ മോചിപ്പിക്കാൻ തട്ടിക്കൊണ്ടുപോയവർ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായും ഒരാളുടെ അമ്മ ഇതിൽ ആരോപിച്ചിട്ടുണ്ട്. കാണാതായ പുരുഷന്മാരുടെ ചിത്രങ്ങളും വീഡിയോകളും തങ്ങൾക്ക് പങ്കിട്ടതായും കൈകൾ കയറിൽ കെട്ടിയിരിക്കുന്നതായും ശരീരത്തിൽ മുറിവുകളുടെയും ചതവുകളുടെയും പാട് ഇവരുടെ ദേഹത്തുണ്ട് എന്നുള്ളതും ഇവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയതായി ആരോപിക്കപ്പെടുന്ന പുരുഷന്മാരുടെ ദുഃഖിതരായിട്ടുള്ള കുടുംബാംഗങ്ങൾ ആദ്യ ദിവസങ്ങളിൽ അവരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മെയ് 11 മുതൽ അവരോട് വീണ്ടും സംസാരിക്കാൻ അവർക്ക് അവസരം ലഭിച്ചില്ല. ആ കണക്ഷൻ തന്നെ കട്ടായി പോയി എന്നുള്ളതാണ്. ഇവരെ ഇറാനിലേക്ക് അയച്ച ഹോഷിയാർപൂരിൽ നിന്നുള്ള ഏജന്റും അവർ കാണാതായതിനെ തുടർന്ന് ഒളിവിൽ പോയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇവർ ഇറാൻ വഴി എങ്ങോട്ടേക്കാണ് പോയത്, അല്ലെങ്കിൽ ഇവർ ഇറാനിലേക്കാണോ പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. ഡങ്കി റൂട്ട് വഴി അനധികൃതമായി ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ളൊരു നീക്കമാണ് ഇവർ നടത്തിയത് എന്നുള്ള മറ്റ് സംസാരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US-ലേക്ക് അയച്ച 100 കണക്കിന് ഇന്ത്യൻ പൗരന്മാരെ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് നാട് കടത്തിയതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തു തന്നെയായിരുന്നാലും ഇന്ത്യ ഇപ്പോൾ അവരെ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.